നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ട് ലഭിച്ചിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായമാണ്. വിശ്വാസത്തിന്റെ അതിതീക്ഷ്ണമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് യേശു കർത്താവ് പറയുന്ന ഭാഗങ്ങളാണ് 17-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. 10-ാം വാക്യം, 17-ാം അധ്യായം 10-ാം വാക്യം. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ. ശിഷ്യന്മാർ യേശു കർത്താവിനോട് തങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ചോദിക്കുന്നൊരു ഭാഗം 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രത്യുത്തരമായിട്ട് യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണത നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും സംഭവിക്കുമെന്നുള്ളതാണ്. കർത്താവ് പറയുകയാണ്, ഒരു കാട്ടത്തിയോട് നിങ്ങൾ വിശ്വാസത്തോടെ പറയുകയാണ്, വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാന്ന് പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കും, അത് നിങ്ങളെ അനുസരിക്കുമെന്ന് പറയുകയാണ്. എന്താണ് വിശ്വാസത്തിന്റെ ഈ ആഴമായിട്ടുള്ള മർമ്മം എന്നുള്ളത് യേശു കർത്താവ് അടുത്തു പറയുന്ന ഒരു ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ്. നമ്മെ തന്നെ ഒന്നുകൂടെ വളരെ ആഴമായിട്ട് വിശ്വാസത്തിന്റെ പടികളെ കുറിച്ച് ചിന്തിക്കുമാറ് എന്തുകൊണ്ട് നമ്മളിലൂടെ പലതും നടക്കാതെ പോകുന്നു എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കി ഈ ഉപമയിലൂടെ പറയുകയാണ്. ആ ഉപമ ഇപ്രകാരമാണ്: നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കാം എന്ന് അവനോട് പറയുമോ? ഇല്ല, ഒരിക്കലും പറയത്തില്ല. അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്ന് കുടിച്ചുകൊള്ളുക എന്നല്ലേ പറയുന്നത്. തന്നോട് കൽപ്പിച്ച ദാസൻ ചെയ്തതുകൊണ്ട് അവനും നന്ദി പറയുമോ? ഒരു ദാസനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ ചെയ്യുന്ന ഒരു ദാസനെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ ചെയ്തു കഴിഞ്ഞാൽ താങ്ക് യു, നന്ദി എന്ന് ആ യജമാനൻ ദാസനോട് പറയുമോ? ഒരു അടിമയോട് പറയുമോ? ഒരിക്കലുമില്ല. അഥവാ എത്രമാത്രം നല്ലവണ്ണം ചെയ്താലും അടുത്ത വാക്യം പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതിന്റെ 10-ാം വാക്യം തുടക്കം തൊട്ട് വായിക്കുമ്പോൾ അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറഞ്ഞു. എന്താ വ്യക്തമാവുന്നത്? ഇതും വിശ്വാസവും തമ്മിൽ എന്താ ബന്ധം? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. യേശു കർത്താവ് ഈ ഉപമ പറയുന്നതിലൂടെ മനസ്സിലാക്കി തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഭക്തിയുള്ളവരായി, വിശ്വാസമുള്ളവരായി തീരും. നിങ്ങളിലൂടെ ചില അത്ഭുതങ്ങളും അടയാളമൊക്കെ നടക്കും. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ ഒന്നുകൂടെ ബലപ്പെടുകയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അഥവാ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എത്രമാത്രം ദൈവത്തിന്റെ ദാസന്മാരായിട്ടുള്ള നാം കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാലും, എത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തെ പ്രതി ചെയ്താലും, നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി പറയേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഒരു അത്ഭുതം, ഒരു അടയാളം, ഒരു വീര്യപ്രവൃത്തി, ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷ ആരിലെങ്കിലും കൂടെ നടക്കുകയാണെങ്കിൽ അവിടെ ജനങ്ങൾ കടന്നുകൂടുവാനായിട്ടിടയായിത്തീരും. ആയിരക്കണക്കിന് പേര് അത്ഭുതത്തെ പ്രതി, അതിശയത്തെ പ്രതി, രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ അവിടെ ഓടിക്കൂടിയെന്നിരിക്കാം. പിന്നത്തേതിൽ ആ ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തി ഒരു പക്ഷെങ്കിൽ ദൈവത്തിൽ പോലും ആശ്രയം വയ്ക്കാതെ അനേക കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള അവസ്ഥകൾ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഏൽപ്പിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ശക്തി തരുന്നതല്ല, എൻ്റെ കഴിവോ പ്രാപ്തിയോ മുടുക്കോ അല്ല എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഞാനാണ് സംതിങ്, എന്നിലൂടെയാണ് ചില കാര്യങ്ങൾ നടക്കുന്നത്,
അതുകൊണ്ട് എന്നെ പ്രതി മറ്റാരുമില്ല. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള സൗഖ്യങ്ങളും രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് താനാണ് സംതിങ് എന്നുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ എന്ത് ലഭിക്കുന്നു? അവൻ്റെതായിട്ടുള്ള ആ വിശ്വാസത്തെ പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. ഒന്നും നടക്കാതെ പോകുന്നു. കാട്ടത്തിയോട് പറയുകയാണ്, നീ വേരോടെ പറഞ്ഞ കടൽ പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കും. പക്ഷേ ഇങ്ങനെയുള്ളൊരു നിഗളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് യേശു കർത്താവ് പറയുന്ന ഈ ഉപമയുടെ അർത്ഥം. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു തരാം. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചു, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പക്ഷേ ഇത് ഞാനല്ല ചെയ്തത്, മറിച്ച് എന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, എന്നിലൂടെ ഒന്നും നടക്കത്തില്ല, മറിച്ച് ദൈവത്തിലൂടെയാണ് ചിലത് നടക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാട്ടത്തി പോലും നമ്മെ അനുസരിക്കും എന്നാണ് യേശു കർത്താവ് വിശ്വാസത്തിന്റെ ആഴമെന്ന് പറയുന്ന ഈ പ്രത്യേക വചനത്തിലൂടെ പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഉണ്ടോ, നമ്മളോട് കൽപ്പിച്ചതൊക്കെ എന്ത് ചെയ്തു? നമ്മൾ ചെയ്തു തീർന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അവിടെ പോയി അത്ഭുതം ചെയ്തു, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി അത്ഭുതം ചെയ്തു, ഞാൻ രോഗശാന്തി ചെയ്തു. കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് നാം കേൾക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദുഃഖമുണ്ടാകും. അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവേ, അങ്ങാണ് ഇതിന്റെ പിന്നിൽ ചെയ്തു, അങ്ങാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. എന്നിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ്, ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുപക്ഷെ വീര്യപ്രവർത്തികളും ചെയ്തവർ പിന്നത്തേതിൽ അതിനൊന്നും ചെയ്യുവാൻ സാധിക്കാതെ നിന്നു പോകുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നു പോകുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ നൂറ്റാണ്ടിൽ അപ്രകാരമുള്ള പ്രവൃത്തികൾ നടക്കുന്നില്ല എന്ന് കാണുന്നതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസത്തിന് മൂല്യച്യുതി സംഭവിച്ചു എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യേണ്ടതിന് പകരം തങ്ങളിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഒരുപക്ഷെ നടക്കാതെ വരുമ്പോൾ ചില കള്ളത്തരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരവസ്ഥയിലൂടെ സമൂഹവും ജനവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം പിന്നത്തേതിൽ കള്ളത്തരങ്ങൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം പിടിക്കപ്പെടുന്ന അവസ്ഥയിൽ യേശുവിന്റെ മാർഗത്തെ തന്നെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ, ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, പ്രയോജനമില്ലാത്ത ദാസനാണ്. എത്ര ഉയർന്നാലും പറയണം, കർത്താവേ, ഞാൻ ഒന്നുമില്ല, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ കൃപയാണ്, മറ്റൊന്നുമില്ല എന്ന് നമുക്കും പറയുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും.